കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് UDF. പല തലങ്ങളിലും അവർക്ക് അധികാരമില്ല. ദേശീയ തലത്തിലില്ല, സംസ്ഥാന തലത്തിലില്ല, തദ്ദേശ തലത്തിൽ പോലും അധികാരം പലയിടങ്ങളിലുമില്ല. അധികാരത്തിൽ ഇത്രകാലം മാറി നിന്നതിന്റെ ഒരു ക്ഷീണം UDFന് ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വിധേനയും ഇത്തവണ അധികാരം പിടിച്ചേ പറ്റും. അത് അവരുടെ നീക്കങ്ങളിൽ വ്യക്തവുമാണ്. അധികാരം പിടിക്കാൻ വേണ്ടി ഏത് ജഗത്താന്റെ കാല് പിടിക്കാനും കാല് നക്കാനും തയ്യാറാണ് എന്ന രീതിയിലാണ് UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കാലങ്ങളായിട്ട് UDFനകത്ത് മുസ്ലിം ലീഗും പിന്നെ മുസ്ലിം ലീഗിന്റെ ശക്തികളുടെ സമസ്തയും ഐക്യം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്ന ജമാഅത്ത് ഇസ്ലാമിയെയും ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയെ കൂടെ ചേർക്കാൻ ഇപ്പോൾ തീരുമാനമായത്. അതിന്റെ ഒരു ട്രെയിലർ ആയിരുന്നു കഴിഞ്ഞ പാലക്കാട് ബൈ ഇലക്ഷനും നിലമ്പൂർ ബൈ ഇലക്ഷനും. അതിനകത്ത് വിജയം കണ്ടതോടെ ഇപ്പോൾ കൂടെ ചേർക്കാൻ അവർ തീരുമാനമായിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മലബാറിൽ പലയിടങ്ങളിലും അവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. മലബാറിലെ വോട്ടെടുപ്പ് നാളെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ ഇലക്ഷനത്തുള്ള സഖ്യം. ഇതിൽ വിജയിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭ ഇലക്ഷനിലേക്ക് UDFന് ഒരുപാട് ശക്തിയാകും. അത് മാത്രവുമല്ല, ജമാഅത്ത് ഇസ്ലാമിക്ക് വർഷങ്ങളായിട്ട് കേരളത്തിലെ മുസ്ലിം ജനത മാറ്റി നിർത്തിയിരുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ഓപ്പണിംഗ് കൂടി ലഭിക്കുകയാണ്. എന്തായാലും ഇതിനെ ശക്തമായിട്ടാണ് തവനൂർ MLA KT ജലീൽ വിമർശിച്ചിട്ടുള്ളത്. ശക്തമായ രീതിയിൽ വിമർശിക്കുകയാണ്. നേരത്തെ തങ്ങളുടെ നിലപാട് KT ജലീൽ MLA പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, സംസ്ഥാനത്തുള്ള ഒരുപാട് പേർ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ജലീൽ ആ കുറിപ്പിനകത്ത് ഒരു നിലപാട് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: നമുക്ക് കിട്ടും വോട്ടെല്ലാം നമ്മുടേതാക്കണം കാർഖൂനുകളെ എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് ആരംഭിക്കുന്നത്. സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുൻപ് നാം മാത്രമെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടും മൂല്യം നോക്കി വ്യക്തികൾക്കും പിന്നീട് പൊതുകാര്യങ്ങളിലെ സമീപനം നോക്കി വിവിധ മുന്നണികൾക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. അതാരും ചോദിച്ചു നൽകിയിട്ടുള്ളതല്ല, അവർ സ്വമേധയെ നൽകിയതാണ്. എന്നാൽ അവർ സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നടന്ന ഒരു ഇലക്ഷനിലും LDFുമായി ഔദ്യോഗിക സഖ്യം ചെയ്തിട്ടില്ല. അത്തരമൊരു ബാന്ധവത്തിന് LDF ഒരു ഘട്ടത്തിൽ മുതിർന്നിട്ടുമില്ല, മുതിരുകയുമില്ല. എന്നാൽ UDF അങ്ങനെയാണോ? അവർ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയെ UDFന്റെ ഭാഗമാക്കിയിരിക്കുകയാണ്. അവരോട് പരസ്യമായ സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് UDFനെ മുക്കിക്കളയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഞാൻ അടക്കമുള്ള പലർക്കും അവർ വോട്ട് ചെയ്ത് രേഖാമൂലമോ അല്ലാതെ ആരും ചോദിച്ചിട്ടോ കത്ത് നൽകിയിട്ടോ അല്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ്. സ്വഇച്ഛപ്രകാരം വോട്ട് ചെയ്യലും നേതൃത്വങ്ങൾ അറിഞ്ഞ് ഔദ്യോഗികമായ സഖ്യം ചെയ്യലും രണ്ടും രണ്ടാണ്. RSSും BJPയും എങ്ങനെയാണോ അതേ രൂപത്തിലാണ് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയും. ആദ്യ സംഘത്തിന്റെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രം സ്ഥാപനമാണെങ്കിൽ രണ്ടാമത്തെ കൂട്ടർ നിലകൊള്ളുന്നത് ഇസ്ലാമിക രാഷ്ട്ര നിർമ്മിതിക്കാണ്. ഇരു ആശയങ്ങളിലും മതനിരപേക്ഷത്ത് വിരുദ്ധമാണ്. ഇന്ത്യയിൽ സ്വന്തമായ രാഷ്ട്രീയം കൈകാളുന്ന സംഘടനകളാണ് RSSും ജമാഅത്ത് ഇസ്ലാമിയും. രാജ്യത്ത് മതാശയങ്ങളുടെ മറവിൽ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് BJPയും വെൽഫെയർ പാർട്ടിയും. 6.5 പതിറ്റാണ്ടിലധികം ജമാഅത്ത് ഇസ്ലാമി കിണഞ്ഞു ശ്രമിച്ചിട്ടും മൊത്തം മുസ്ലിം സമുദായത്തിലെ 2% ആളുകളെ പോലും ആകർഷിക്കാൻ കഴിയാത്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആദ്യ പരീക്ഷണം പരാജയപ്പെട്ടപ്പോൾ രണ്ടാം പരീക്ഷണത്തിന് മുതിർന്നതിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തെ കാണാനാകും. UDFുമായി സഖ്യം ഉണ്ടാക്കിയതിലൂടെ കാര്യങ്ങൾ മാറി തുടങ്ങി. മുസ്ലിം ലീഗുമായി അടുത്തിടെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ രാഷ്ട്രീയ ബാന്ധവം ഒരു പാലമാക്കി സുന്നി മുജാഹിദ് വിഭാഗങ്ങളിലേക്ക് കടന്നു കയറാനാണ് അവർ ശ്രമിക്കുന്നത്. ലീഗിലെ ആത്മീയ നേതാക്കളെ കൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിലൂടെ സുന്നി സമൂഹത്തിന്റെ എതിർപ്പ് കുറയ്ക്കാമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ കണക്കൂട്ടൽ ലക്ഷ്യം കണ്ടാൽ സുന്നി മുജാഹിദ് സംഘടനകളെ കാലാന്തരത്തിൽ ഇസ്ലാമിക മതരാഷ്ട്രവാദികൾ വീഴുന്നു. ലീഗ് അനുകൂല സ്ഥാപനങ്ങളുടെ വാർഷികത്തിലേക്ക് ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന കമ്മിറ്റി മെമ്പറും വർഗീയ വിഷം ചിറ്റലിന് മൊത്തം കുത്തക ഏറ്റെടുത്തിരിക്കുന്ന ദാവൂദാദികൾ ക്ഷണിക്കപ്പെട്ടു തുടങ്ങിയതിൽ പതിയിരിക്കുന്ന അപകടം സമുദായത്തിലെ മിതവാദികൾ കാണാതെ പോകരുത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന ഈരടികൾ ചെറിയൊരു വകഭേദത്തോടെ ഇപ്പോൾ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാർ പാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കിട്ടും വോട്ടെല്ലാം നമ്മുടേതാക്കണം കാർഖൂനുകളെ. കാർഖൂൻ എന്നത് ഉറുദു വാക്കാണ്. അതിന്റെ അർത്ഥം സജീവ അംഗങ്ങൾ എന്നാണ്. ആ പേരിലാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരെ പ്രവർത്തകരെ വിളിക്കുന്നത്. എന്റെ മുനിസിപ്പാലിറ്റിയിലെ 1ാം വാർഡിൽ മത്സരിക്കുന്ന ഫൈസൽ തങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ ലീഗ് സാധാരണ അവരുടെ നേതാക്കളെ കുറിച്ച് പറയുന്നതിനെ കളിയാക്കി പറഞ്ഞ വാക്കുകൾ പൊക്കിപ്പിടിച്ച് വരുന്നവരോട് സഹതിപ്പിക്കാനേ കഴിയും. ആ സദസ്സിൽ ഹൈന്ദവ സുഹൃത്തുക്കളടക്കം പങ്കെടുത്തിരുന്നു. ഫൈസൽ തങ്ങളെ ഞാൻ തമാശയാക്കുകയാണ് സദസ്യരെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് സ്ഥാനാർത്ഥി ഫൈസൽ തങ്ങളും അധ്യക്ഷൻ ഉൾപ്പെടെ സദസ്യരെല്ലാം ഞാനത് പറഞ്ഞപ്പോൾ മുഖത്ത് പുഞ്ചിരി വളർത്തിയെന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. ലീഗിനെ കളിയാക്കാനും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ലീഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വമ്പൻ മണ്ടത്തരത്തെ ചൂണ്ടിക്കാണിക്കാനും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ലീഗ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു മണ്ടത്തരമാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു. ലീഗിന് സംസ്ഥാന രാഷ്ട്രത്തിൽ ഒരു ഇടമുണ്ടായിരുന്നു, അത് മതേതര രാഷ്ട്രത്തിന്റെ ഒരിടമായിരുന്നു. അവിടുന്ന് ലീഗ് മാറാൻ പോവുകയാണ്. ലീഗിനെ കുറിച്ച് മുൻപേ തന്നെ ശക്തമായ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ആ ആക്ഷേപങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ പോവുകയാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന സുപ്രധാനമായ ചോദ്യമാണ് ഇവിടെ KT ജലീൽ MLA ചോദിച്ചിട്ടുള്ളത്.